വയനാട്ടിലെ ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് നിർമ്മിക്കുക സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേവലം വീട് നൽകുക എന്നതല്ല സർക്കാരിന്റെ ലക്ഷ്യമെന്നും സമഗ്ര പുനരധിവാസമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. വളർന്നു തുടങ്ങുന്നതിന് മുമ്പ്, പേര് വിളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരാലും നഷ്ടപ്പെട്ട കുട്ടികൾ മുതൽ 90 വയസ്സ് കഴിഞ്ഞ് നോക്കാൻ ആളില്ലാത്ത പ്രായമായിട്ടുള്ള മനുഷ്യരുൾപ്പെടെ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തെ എന്താണോ അവർക്ക് ആവശ്യം അതുകൊടുത്ത് സംരക്ഷിച്ചുകൊണ്ടുള്ളൊരു പുനരധിവാസം. അത് ലോകത്തിൻ്റെ മുമ്പിൽ കേരളം അഭിമാനത്തോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു കേരള മോഡൽ റീഹാബിറ്റേഷൻ പാക്കേജ് ആയിരിക്കും അതിൽ നടത്താൻ പോകുന്നത്. എല്ലാവരെയും സഹകരിപ്പിക്കുന്നതിൽ ഒരു വിരോധവും സർക്കാരിനില്ല. പക്ഷേ ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളും സൗകര്യങ്ങളും വേണം. ആ വിധത്തിൽ മുഖ്യമന്ത്രിയുടെ തന്നെ ആശയമാണ് ഒരു ടൗൺഷിപ്പ്. അതിൻ്റെ നേതൃത്വം, അതായത് ആ ടൗൺഷിപ്പിൻ്റെ നേതൃത്വം സർക്കാരിനായിരിക്കും. തീർച്ചയായിട്ടും ആ വിധത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഇത് പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെയാകും ഈ ടൗൺഷിപ്പ് എന്നുള്ളതാണോ മന്ത്രി വ്യക്തമാക്കിയത്? അനുജ, ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി ഒരു സമഗ്ര പുനരധിവാസ പാക്കേജിൻ്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ ആശയം തന്നെ ഒരു വലിയ ടൗൺഷിപ്പാണ്. ആ വലിയ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാം നഷ്ടമായ, ഒരു രാത്രിയിൽ ഉറക്കത്തിനോടുകൂടി എല്ലാം നഷ്ടമായി പോയവരെ കൃത്യമായ അർത്ഥത്തിൽ, അതായത് റവന്യൂ മന്ത്രി കെ രാജൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഒരു കേവലമായ വീട് നൽകലല്ല, അതിലപ്പുറത്തേക്കുള്ള ഒരു സമഗ്ര പാക്കേജാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത്. അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അത് ചെയ്യുക, അതിൻ്റെ സ്ഥലം കണ്ടെത്തൽ, അതിൻ്റെ എല്ലാം. പക്ഷേ എന്നാൽ എല്ലാവരെയും അതിൽ സഹായങ്ങളായി ഉപയോഗിക്കാം. പക്ഷേ അതിന് കൃത്യമായ മാനദണ്ഡമുണ്ടാകും. ആ മാനദണ്ഡ പ്രകാരമായിരിക്കും നടപ്പാക്കുക. ഏതായാലും സംസ്ഥാന സർക്കാർ ഒരു വലിയ ടൗൺഷിപ്പ് പുനരധിവാസത്തിന് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൻ്റെ തീരുമാനം. ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ 24നോട് പറയുകയും ചെയ്തത്. അനുജ, ദീപക്, ഇതിലെ ടൗൺഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് സർക്കാർ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നത് മന്ത്രി പറയുന്നുണ്ടായോ? സമഗ്ര പാക്കേജാണ് എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലേക്ക് എന്നതിന്റെ വിശദാംശങ്ങൾ മന്ത്രി നൽകിയോ? ഇതിൽ ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് സർക്കാർ പോയിട്ടില്ല. ഇന്ന് ചീഫ് സെക്രട്ടറിയോട് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ചീഫ് സെക്രട്ടറി കൂടി പങ്കെടുത്തിരുന്നു, ഡോക്ടർ വി വേണു കൂടി പങ്കെടുത്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പ്രധാന വിഷയം തെരച്ചിലും സംസ്കാരവും ക്യാമ്പ് കൃത്യമായി നടത്തലുമാണ്. ഇത് കഴിഞ്ഞാണ് കൃത്യമായ ശാശ്വതമായ ഒരു പുനരധിവാസത്തിലേക്ക് കടക്കുക. എനിക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് സർക്കാർ കൃത്യമായി സ്ഥലം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു, അതിൻ്റെ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. റവന്യൂ വകുപ്പ് അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് കടന്നിരിക്കുന്നു. എന്നാൽ കൃത്യമായ ഒരു സ്പെസിമെൻ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് വേണ്ടത്, മാതൃക തീർത്തുകൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് ആയിരിക്കും. ആ ടൗൺഷിപ്പിൽ കേവലം വീട് നൽകുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ആരാധനാലയങ്ങൾ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെ എല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ഒരു ടൗൺഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സർക്കാർ ഈ ഘട്ടത്തിൽ കടന്നിട്ടില്ല. സമഗ്രമായ പുനരധിവാസ പാക്കേജ്, ആ പാക്കേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടൗൺഷിപ്പ് ആയിരിക്കും. ആ ടൗൺഷിപ്പിൽ ഒരു ഗ്രാമം നഷ്ടപ്പെടുന്ന, അതായത് ഈ മുണ്ടക്കൈയിലെ ആ ഗ്രാമം ആകെ ഒലിച്ചു പോവുകയാണ് ചെയ്തത്. ആ ഗ്രാമത്തെ പുനർനിർമ്മിക്കുന്ന രീതിയിൽ അവരുടെ ജീവിത ആവാസ വ്യവസ്ഥയെ ഉയർത്തുന്ന രീതിയിലുള്ള ഒരു സമഗ്ര പാക്കേജ് തന്നെയാണ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. അതിൻ്റെ പ്രാഥമികമായ ആലോചനയാണ് നടന്നിട്ടുള്ളൂ. ഏതായാലും ഈ തെരച്ചിലിനും സംസ്കാരത്തിനും ശേഷമായിരിക്കും മുഖ്യമന്ത്രി ആ കാര്യത്തിലേക്ക് കടക്കുക, സർക്കാർ ആ കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലായത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, സർക്കാർ സമഗ്രമായ പുനരധിവാസ പാക്കേജിലേക്ക് കടക്കുന്നു. വലിയൊരു ടൗൺഷിപ്പ് സർക്കാർ തന്നെ നേതൃത്വത്തിൽ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് തന്നെയാണ് റവന്യൂ മന്ത്രി അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ദീപക്, അങ്ങനെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് സഹകരിക്കാൻ കഴിയുമോ? അതേക്കുറിച്ചുള്ള സർക്കാരിന്റെ നിലപാട് എന്താണ്? ഇതിൽ സർക്കാരിൻ്റെ നിലപാട് ഇത്രയേ ഉള്ളൂ. കാരണം ഈ പുനരധിവാസത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഇമേജ് ഉണ്ടാക്കുകയോ ആരെയെങ്കിലും ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് ഈ ഭക്ഷണ വിതരണത്തിൻ്റെ പേരിൽ പോലും പണം പിരിവ് നടക്കുന്നു എന്നുള്ള വിവരം സർക്കാരിന് ലഭിച്ച ഘട്ടത്തിലാണ് സർക്കാർ തന്നെ റെസ്ക്യൂ ഓപ്പറേഷൻ ഉള്ളവർക്ക് പൂർണ്ണമായും ഭക്ഷണം നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ പിന്നീട് പ്രതിഷേധവും അതുപോലെ അപേക്ഷകളൊക്കെ ഉയർന്ന സമയത്ത് വിതരണം ചെയ്യുന്നവർ വിതരണം ചെയ്യട്ടെ എന്ന നിലപാട് സർക്കാർ എടുക്കുകയും ചെയ്തു. അതായത് ഈ ദുരന്തമുഖത്ത് പോലും മുതലെടുപ്പ്
തട്ടിയെടുപ്പ് ശ്രമങ്ങൾ നടക്കുന്നു എന്ന കൃത്യമായ വിവരം സർക്കാരിനുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ പുനരധിവാസത്തിൻ്റെ പേരിൽ അത്തരമൊരു മുതലെടുപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് സർക്കാരിന് തീരുമാനമുണ്ട്. അതുകൊണ്ട് തന്നെ സുതാര്യമായ രീതിയിൽ കൂടിയാലോചനകളിൽ ശേഷം മാത്രവുമല്ല, ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു 100 വീട് മുസ്ലിം ലീഗ് നൽകുമെന്നുള്ളത്. അത് സർക്കാരുമായി സഹകരിച്ച് സർക്കാർ പറയുന്നിടത്ത് സർക്കാർ നിബന്ധനകൾ പ്രകാരം നൽകുമെന്നാണ് അറിയിച്ചത്. നമുക്ക് ലഭ്യമാകുന്ന വിവരം, മുഖ്യമന്ത്രി തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ പോകുന്നു. ആ സർവകക്ഷി യോഗത്തിൽ ഇപ്പം നേരത്തെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തന്നെ 100 വീട് പ്രഖ്യാപിച്ചു, ഇന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായും ഇനി വിവിധ സംഘടനകൾ, സ്ഥാപനങ്ങളെല്ലാം രംഗത്ത് വരും. പക്ഷേ ഇതെല്ലാം തന്നെ ഏകോപിതമായ രീതിയിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ സർക്കാർ തന്നെയായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാണ്. മറ്റേതെങ്കിലും രീതിയിൽ ആരെങ്കിലും ചെയ്യുകയായിരിക്കില്ല. സർക്കാർ നിയന്ത്രണത്തിൽ സർക്കാർ പറയുന്നിടത്ത് സർക്കാർ സംവിധാനത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും ഇതെല്ലാം ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അനുജ, ദീപക്, ഇതിലിപ്പോൾ നമുക്കറിയാം, നിലവിൽ ഇതിൽ ഈ മൃതദേഹത്തിനായുള്ള തിരച്ചിൽ അത് ഊർജിതമായി തന്നെ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നു. അതിനുശേഷം വളരെ വേഗം തന്നെ അടുത്ത നടപടിയിലേക്ക്, പുനരധിവാസത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ ടൗൺഷിപ്പ് എന്നുള്ളതൊക്കെ, അതിലൊരു ഡെഡ് ലൈൻ സർക്കാർ വച്ചിട്ടുണ്ടോ? അനുജ, ഇതിലെല്ലാം തന്നെ സമയബന്ധിതമായാണ് പോകുന്നത്. മാത്രവുമല്ല, നമ്മൾ ഈ കാര്യത്തിൽ വലിയൊരു ദുരന്തം ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ തന്നെ കണ്ട, ഞാൻ നേരത്തെ നിരവധി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അനുജ. നമ്മുടെയൊക്കെ എന്താ പറയുക, ദൗർഭാഗ്യം എന്ന് പറയാം, നിരവധി ദുരന്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അത് സംസ്ഥാനത്തിനകത്തും പുറത്തും. പക്ഷേ ആ ദുരന്തങ്ങളെ എല്ലാം വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക്, അതായത് കണ്ണ് ചിമ്മി ഉണരുന്ന വേഗത്തിലാണ് ഒരു ഗ്രാമമാകെ ഇല്ലാതാകുന്നത്. 2-3 ചെറു പട്ടണങ്ങൾ, അതായത് ചെറു കവലകൾ ഇല്ലാതാകുന്നത്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ചെറിയ കവലയാണ്. ആ കവലയിൽ ഒരു പള്ളി, അതുപോലെ തന്നെ കുറച്ച് കടകൾ, കുറച്ച് വീടുകൾ, ഇത് പൂർണ്ണമായും മണ്ണിനടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പണ്ട് പുത്തുമലയിൽ കണ്ടതിൻ്റെ ഒരു 10 മടങ്ങ് ആഘാതത്തോടെയാണ് ചൂരൽമലയിൽ നമ്മൾ കണ്ടത്, അതുപോലെ തന്നെ പുഞ്ചിരിമറ്റത്ത് കണ്ടത്, ഇതെല്ലാം കണ്ടത്. പക്ഷേ ഈ സ്ഥലത്തെല്ലാം തന്നെ കൃത്യമായ ഏകോപനത്തോടെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് ആർമി ആയിക്കഴിഞ്ഞാലും, പ്രത്യേകിച്ച് കേരള പോലീസിൻ്റെ SOG ആയിക്കഴിഞ്ഞാലും, വളരെ കൃത്യമായി കുറ്റമറ്റ രീതിയിൽ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ആർക്കും കുറ്റം പറയാനില്ല എന്നുള്ളത് വസ്തുതയാണ്. വളരെ ഏകോപിതമായ രീതിയിൽ സംയമനത്തോടുകൂടി, ആരും ഓവർഡു ചെയ്തു എന്ന് പറയാനില്ല. കാരണം കൃത്യമായി മുഖ്യമന്ത്രി വന്ന യോഗത്തോടുകൂടി ശാസ്ത്രീയമായ രീതിയിലുള്ള ഈ പരിശോധനയിൽ കടക്കുന്നു. ഇന്ന് നമുക്ക് ലഭ്യമായ വിവരം, മുഖ്യമന്ത്രി ഇന്ന് മന്ത്രിസഭാ ഉപസമിതിയിൽ കടലിലേക്ക് ചാലിയാർ ചേരുന്ന സ്ഥലത്ത് കോസ്റ്റ് ഗാർഡിനെ കൂടി ചേർത്തുകൊണ്ട് ഒരു പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാണ് ഇത്തരം നിർദ്ദേശങ്ങൾ, സജഷൻസ് വരേണ്ടത്. പക്ഷേ എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പറയുന്നു, ചാലിയാറിൽ വേഗത്തിൽ മൃതദേഹം പോയി കഴിഞ്ഞാൽ ഇത് കടലിലേക്ക് ചേരുന്ന സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലത്തും മറ്റ് കർവുകളിലും കോസ്റ്റ് ഗാർഡിൻ്റെ സഹായത്തോടെ പരിശോധന നടത്തണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറ്റമറ്റ രീതിയിലുള്ള ഏകോപനത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഇതുവരെ നടന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതേ കുറ്റമറ്റ രീതിയിൽ തന്നെ പുനരധിവാസം. മാത്രവുമല്ല, ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞത് ഒരു കേരള മോഡൽ റീഹാബിലിറ്റേഷൻ, പുനരധിവാസത്തിൻ്റെ കേരള മാതൃക തീർക്കാനായിരിക്കും ഈ വയനാട് ദുരന്തത്തിന് ശേഷം സർക്കാർ ശ്രമിക്കുക എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അനുജ, അതാണ് പുനരധിവാസത്തിന്റെ കേരള മോഡൽ തീർക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ലക്ഷ്യം. വളരെ വേഗം തന്നെ ടൗൺഷിപ്പ് പദ്ധതിയിലേക്ക് സർക്കാർ കടക്കും. അത് സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാകും എന്നുള്ളതാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടത്തോട് പറഞ്ഞത്. മറ്റ് സ്ഥാപനങ്ങൾക്ക് ഇതിൽ പങ്കാളികൾ ആകുന്നതിൽ വിരോധമില്ല, പക്ഷേ അത് സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാകണം, സർക്കാർ പറയുന്നയിടത്ത് സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഒരു തരത്തിലുള്ള മുതലെടുപ്പും ഈ ദുരന്തകാലത്ത് പാടില്ല എന്നുള്ള കൃത്യമായ ഒരു നിർദ്ദേശം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന് അതിപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നു റവന്യൂ മന്ത്രി കെ രാജനാണ് ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടത്തോട് വിശദമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞത്.